ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. സാധാരണ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത പോൾസിൽ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ രണ്ട് അറ്റത്ത് നിൽക്കുന്നത് പോലെ നമ്മളുടെ ഇമോഷൻസ് ഒരു വേവിൻ്റെ പാറ്റേണിൽ ഇടയ്ക്ക് വളരെ ലോ ആയിട്ടും നമുക്കൊന്നിനും ഒരു എനർജി ഇല്ലാതെയും യാതൊന്നും ചെയ്യാൻ തോന്നാതെയും ഉള്ള ഒരു വിഷാദാവസ്ഥയിലും ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര എനർജിയോടുകൂടി ഉറക്കം പോലും വേണം എന്ന് തോന്നാത്ത വിധത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന വിധത്തിൽ എക്സൈറ്റഡ് ആയിട്ട് പെരുമാറുകയും ചെയ്യുന്ന രണ്ട് തലങ്ങളിലും സ്വിങ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഹൈലി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നതിനെ നമ്മൾ മാനിയ എന്നും, അല്ലാതെ വളരെ ലോ ആയിട്ട് നിൽക്കുന്ന സമയത്തിനെ നമ്മൾ ഡിപ്രസീവ് എപ്പിസോഡ് എന്നുമാണ് പറയാറുള്ളത്. ഈ ബൈപ്പോളാർ ആണ് ഒരു വ്യക്തിക്ക് ബൈപ്പോളാർ ഡിസോർഡർ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു തവണയെങ്കിലും ഈ വ്യക്തിക്ക് ഒരു മാനിക് എപ്പിസോഡ് ഉണ്ടായിരിക്കണം. ആ മാനിക് എപ്പിസോഡ് ഉണ്ടാവാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഡിപ്രഷൻ മാത്രം ഉള്ളൊരു വ്യക്തിയെ നമുക്ക് ബൈപ്പോളാർ ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റില്ല. ഈ മാനിയ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും വളരെയധികം ഉന്മാദാവസ്ഥയിൽ വന്ന് അവരുടെ എല്ലാ തൊഴിൽ ഇടങ്ങളിലോ അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ഹൈപ്പോമാനിക് സ്റ്റേജ് ആയിരിക്കും. സാധാരണയിൽ നിന്നും എക്സൈറ്റഡ് ആയിട്ടും എനർജൈസ്ഡ് ആയിട്ടും സാധാരണഗതിയിൽ ഏറ്റെടുക്കാത്ത പല കാര്യങ്ങളും ചെയ്തോളാം, ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസും ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരോട് വളരെ ഫെമിലിയറായി വർത്തമാനം പറയുകയും നിയന്ത്രണമില്ലാതെ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവരുടെ നിത്യജീവിതത്തിൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതേസമയം ഇവരൊരു മാനിക് എപ്പിസോഡിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഓക്വേർഡായിട്ട് തോന്നുന്ന വിധത്തിൽ പെരുമാറുക, ഉറക്കമില്ലാതിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, ചിലപ്പോൾ പാട്ട് പാടുക, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യാം എന്ന് ഏറ്റെടുക്കുക. ഇപ്പോൾ ഒരു സ്കൂൾ കണ്ടാൽ തന്നെ ആ സ്കൂൾ ഇങ്ങനെയല്ല വേണ്ടുന്നത്, ഞാനത് മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് അത് വേറൊരു രീതിയിലാക്കും, ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നൊക്കെ ഊഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ അവർക്ക് ദൈവീകമായ ചില ശക്തികളുണ്ട് എന്നുള്ള നിലയിൽ സംസാരിക്കുക. ഇവരെന്താണ് പറയുന്നത് എന്ന് സാധാരണ അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഐഡിയയിൽ നിന്ന് ചാടി വേറൊരു ഐഡിയയിലേക്ക്, അവിടെ നിന്ന് ചാടി വേറൊരു ഐഡിയയിലേക്ക് സംസാരിക്കുന്ന രീതിയിൽ പോകുക. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുമ്പോൾ നമുക്കത് ബൈപ്പോളാർ ആണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഈ ഡയഗ്നോസിസ് ചെയ്യേണ്ടുന്നത് ഒരു കാരണവശാലും കൂടെ താമസിക്കുന്നവരോ സുഹൃത്തുക്കളോ ആരുമല്ല. ഇതുപോലെ ഒരു ഡീവിയൻസ് അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊരു വ്യത്യാസം കാണുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൊഫഷണലിനെ, ഒരു മനോരോഗ വിദഗ്ധനെ കണ്ടുകൊണ്ട് ഡയഗ്നോസിസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഷ്കർഷിക്കുന്ന ചികിത്സാ രീതി ഏതാണോ ആ ചികിത്സാ രീതിയുമായിട്ട് മുന്നോട്ട് പോവുക. പ്രധാനമായിട്ടും ബൈപ്പോളാർ ഡിസോർഡറിൽ മെഡിക്കേഷൻ ഉൾപ്പെടുന്ന ചികിത്സ തന്നെയാണ് വേണ്ടുന്നത്. ആ മെഡിക്കേഷൻ ഉൾപ്പെടുന്ന ചികിത്സ മനോരോഗ വിദഗ്ധൻ്റെ കീഴിൽ എടുത്തുകൊണ്ട് ഒരു പരിധിവരെ ഇതൊന്ന് ബാലൻസ്ഡ് ആയി കഴിയുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോടു കൂടി മറ്റ് സൈക്കോതെറാപ്പീസ് എടുക്കാവുന്നതാണ്.